ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന 9ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഈക്വൽ ഗ്രൂപ്പ് എന്നാണ്. ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 4 മാത്സ് നോക്കിയാൽ കാണാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് പേജ് 151 മുതലാണ് നമുക്ക് എടുക്കേണ്ടത്. മേക്കിംഗ് ചോക്കുകൾ നിർമ്മിക്കാം. ദ വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് മെയ്ഡ് ചോക്സ് ആൻഡ് ദെൻ പാക്ക്ഡ് ഇൻ ടു ബോക്സസ് ഓഫ് 10. വർക്ക് എക്സ്പീരിയൻസ് ക്ലബുകളിലെ കുട്ടികൾ ചോക്ക് നിർമ്മിച്ചിട്ടുണ്ട്. അവർ ഓരോ ബോക്സിൽ 10 വീതം എന്ന നിലക്കാണ് നിറച്ചിട്ടുള്ളത്. ദെയർ വെർ 9 ബോക്സസ്. എത്ര ബോക്സ് ആണുള്ളത്? 9 ബോക്സ് ആണുള്ളത്. ഓരോ ബോക്സിലും 10 ചോക്കുകളാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് 6 ചോക്സ്, പിന്നെ 6 ചോക്ക് ബാക്കിയുമുണ്ട്. ദിസ് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമംഗ് 8 ക്ലാസ്സസ്. ഇതെന്താണ്? എല്ലാവർക്കും ഈക്വലായിട്ട് 8 ക്ലാസ്സുകൾക്ക് വീതം അവർ വീതിച്ച് കൊടുത്തിട്ടുണ്ട്. എത്ര ക്ലാസ്സിനാണ്? 8 ക്ലാസ്സിനാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഹൗ മെനി ചോക്സ് ഡിഡ് ഈച്ച് ക്ലാസ് ഗെറ്റ്? എത്ര ചോക്കുകളാണ് ഓരോ ക്ലാസ്സുകാർക്കും കിട്ടുക? സി ഹൗ ജാൻവി സ്റ്റാർട്ടഡ് ദി കാൽക്കുലേഷൻ. ജാൻവി എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് നമുക്ക് നോക്കാം. ഹൗ മെനി ചോക്സ് ഇൻ 9 ബോക്സസ് ഓഫ് 10 ഈച്ച്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ 9 ബോക്സിലായിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഓരോ ബോക്സിലായിട്ടും 10 ചോക്കുകളുണ്ട്. ഒരു ബോക്സിൽ 10 ഉണ്ട്, രണ്ടാമത്തെ ബോക്സിലും 10, പിന്നെ 3ലും 10, അങ്ങനെ 9 ബോക്സുകളിലായിട്ട് 10 ചോക്കുകളുണ്ട്. 9 10, 9 into 10 എത്രയാണ്? 90 ആണല്ലോ. സോ ഇവിടെ എത്ര ചോക്കുകളാണ് ആകെ ടോട്ടൽ ഉള്ളത്? 90 ഉണ്ട്. പാക്ക് ചെയ്തത് 90 ആണ്. പിന്നെയോ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് 6 ചോക്സും കൂടി അധികം ഉണ്ട് എന്ന്. ടുഗദർ വിത്ത് 6 മോർ. എങ്ങനെയാണ്? ഇതിനോട് നമുക്ക് 6 ചോക്കുകൾ കൂടി കൂട്ടി നോക്കാം. ഇവിടെ നമ്മൾ ബോക്സിലായിട്ട് പാക്ക് ചെയ്തത് 90 ആണെന്ന് കണ്ടെത്തി. പിന്നെ അത് കൂടാതെ 6 ചോക്കുകൾ കൂടി ബാക്കിയുണ്ട്. അതും കൂടി കൂട്ടിയാൽ 90 + 6 96 എന്ന് കിട്ടും. We have to calculate the number of chalks each class got. നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? ഓരോ ക്ലാസ്സിനും എത്ര ചോക്കാണ് കിട്ടിയതെന്നാണല്ലോ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ ആകെ 96 ചോക്കുകളാണെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി ഓരോ ക്ലാസ്സിനും എത്ര എണ്ണമാണ് കിട്ടുക എന്നാണ് നോക്കേണ്ടത്. ഇവിടെ എത്ര ക്ലാസ്സുകളാണുള്ളത്? 8 ക്ലാസ്സുകളാണുള്ളത്. സോ നമുക്ക് 96 8 ക്ലാസ്സുകൾക്ക് കൊടുത്താൽ ഓരോ ക്ലാസ്സിനും എത്ര എണ്ണം കിട്ടും എന്നാണ് കാണേണ്ടത്. ഹൗ ഡു വി ഡു ഇറ്റ്? നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക? ആർ ദർ ഡിഫറെൻറ്റ് വേസ് ടു ഡു ദിസ്? ഇത് ചെയ്യാൻ വ്യത്യസ്ത രീതികളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ കാണാം? 96 ആണല്ലോ ടോട്ടൽ ഉള്ളത്. അത് നമുക്ക് എത്ര ആൾക്കാർക്ക് വീതിച്ച് കൊടുക്കണം? 8 ആൾക്കാർക്ക് വീതിച്ച് കൊടുക്കണം. 8 ക്ലാസ്സിന് വീതിച്ച് കൊടുക്കണം. 96നെ 8 ആയിട്ട് വീതിച്ചാൽ എത്രയാണ് കിട്ടുക? 96 ഡിവൈഡഡ് ബൈ 8 ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ 9ൽ എത്ര 8 ഉണ്ട്? 1 ആണ്. ഒരു 8 ബാലൻസ് 16 വരും. 16ൽ 2 8 ആണുള്ളത്. 2 8 16 ആണ്. 0. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 12 ആണ് ആൻസർ. സോ ഇവിടെ നമ്മൾ കണ്ടെത്തിയത് 96നെ 8 ആയിട്ട് വീതിക്കുമ്പോൾ 8 ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഒരു ക്ലാസ്സിന് കിട്ടുന്നത് 12 ചോക്സ് ആണ്. ഓക്കെ, നിങ്ങൾ അവിടെ ഹൗ ഐ ഡിഡ് ഇറ്റ് എന്ന കോളത്തിൽ എഴുതി കൊടുക്കുക. 96 ഡിവൈഡഡ് ബൈ 8 നമുക്ക് 12 എന്ന് കിട്ടും. ഈച്ച് ക്ലാസ് ഗെറ്റ് 12 ചോക്സ് എന്ന് എഴുതി കൊടുക്കുക. താഴെ പറയാണ് ഒരു ക്ലാസ്സിന് ഒരു പെട്ടിയാണെങ്കിലോ നൽകുന്നത്. ഇഫ് 1 ബോക്സ് ഓഫ് ചോക്ക് ഈസ് ഗിവൺ ടു ഈച്ച് ക്ലാസ് ഹൗ മെനി ചോക്സ് ആർ ഗിവൺ? എത്രയാണ് ഓരോ ക്ലാസ്സിനും കിട്ടുന്ന ചോക്ക് എന്ന് പറയുന്നത്. ഇവിടെ 8 ക്ലാസ് ആണല്ലോ ഉള്ളത്. 8 ക്ലാസ്സിനും എത്രയാണ് നൽകുന്നത്? ഒരു പെട്ടി ചോക്കാണ്. ഒരു പെട്ടി എന്ന് പറയുന്നത് അതിൽ എത്രയാണ്? 10 ചോക്കാണല്ലോ. അതായത് ഒരു പെട്ടി എന്ന് പറയുന്നത് 10 ചോക്കാണ്. അതായത് ഓരോ ക്ലാസ്സിനും നൽകുന്നത് 10 ചോക്കുകളാണെന്ന് പറയാം.
ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക 8 ക്ലാസ് ആണുള്ളത്. 8 ഗുണിക്കണം എത്രയാണ്? ഒരു 8 ആൾക്കാർക്ക് 8 ക്ലാസ്സിന് എത്രയാണ് നൽകുന്നത്? ഒരു ബോക്സ്, അതായത് 10 ചോക്ക്. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 80 ചോക്കുകളാണ് കൊടുക്കാൻ പറ്റുന്നത്. മൊത്തത്തിൽ 8 ക്ലാസ്സിനും കൂടി കൊടുക്കുന്നതാണ്. ഓരോ ക്ലാസ്സിന് 10 ചോക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുക്കുക. ഹൗ മെനി ചോക്സ് ആർ ലെഫ്റ്റ്? ഇനി എത്ര ചോക്കുകൾ ബാക്കിയുണ്ട്? നമ്മുടെ കയ്യിൽ 96 ചോക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ 80 ചോക്കുകൾ കൊടുത്തു കഴിഞ്ഞു. 96 മൈനസ് 80 എത്രയാണ്? 16, 16 ആണല്ലേ. ഇപ്പോൾ എത്രയാണ് ബാക്കിയുള്ളത്? 16 ചോക്കുകളാണ് ബാക്കിയുള്ളത്. If these are equally divided among the 8 classes, how many would each get? നമുക്ക് ഇപ്പോൾ കയ്യിലുള്ള 16നെ 8 ക്ലാസ്സിനായിട്ട് തുല്യമായി വീതിച്ചാൽ എത്രയാണ് ഓരോ ക്ലാസ്സിനും കിട്ടുന്നത്? ഇവിടെ നമുക്ക് 16നെയാണ് 8 ആയിട്ട് വീതിക്കേണ്ടത്. അതായത് 16 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് നോക്കാം. നമുക്ക് എത്രയാണ് കിട്ടുക? 2 എന്നാണ് കിട്ടുന്നത്. ഓരോ ക്ലാസ്സിനും 2 ചോക്കുകൾ വീതമാണ് കിട്ടുക. We can think like this. നമുക്ക് ഇതേപോലെ ചിന്തിക്കാം എന്നാണ് പറയുന്നത്. 10 chokes to each of 8 classes make 80 chokes. അതായത് 10 ചോക്കുകൾ 8 ക്ലാസ്സുകൾക്ക് കൊടുത്താൽ 80 ചോക്കാണല്ലോ. 8 ഇൻറ്റു 10 80 ചോക്കുകളാണ് വരുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ. 8 ക്ലാസ്സിന് നമ്മൾ 10 ചോക്ക് കൊടുത്തു. 8 പ്രാവശ്യം 10 കൊടുത്തു. 8 ഗുണിക്കണം 10 80 കിട്ടി. ഇനി പറയാണ് 16 ചോക്സ് ലെഫ്റ്റ്. ഇനി ബാലൻസ് ഉള്ളത് 16 ചോക്കുകളാണ്. നമ്മുടെ കയ്യിൽ ആകെ 96 ചോക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ 80 ചോക്കുകൾ കൊടുത്തു. 80 ചോക്സ് കൊടുത്തു. ബാലൻസ് എത്രയാണ്? 96 മൈനസ് 80 16 ആണ് ഇപ്പോൾ ബാലൻസ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്ത്? 2 to each ക്ലാസ്. എന്താണ് ഇത്? നമ്മൾ 2 എണ്ണം വീതം ഓരോ ക്ലാസ്സിനും കൊടുത്തു. അപ്പോൾ എത്രയായി? 8 ക്ലാസ്സിന് 2 എണ്ണം കൊടുത്തു. 8 ഇൻറ്റു 2 16 കിട്ടി. സോ നമ്മുടെ കയ്യിലുള്ള ചോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ പറയാണ് 96 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 96നെ നമ്മൾ 8 ആയിട്ട് തുല്യമായിട്ട് ഈക്വലി വീതിക്കുന്നത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? 80 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 8. 10 പ്ലസ് 2 = 12. നമ്മളിവിടെ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം 96 എന്ന് പറയുന്നത് എന്താണ്? 80 പ്ലസ് 16 അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 80 പ്ലസ് 16ഉം 96ഉം ഈക്വൽ ആണല്ലോ. നമ്മളിവിടെ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താഴെ നോക്കിക്കേ. നമുക്ക് ഇതേപോലെ എഴുതാം എന്നാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ 96 ചോക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ 8 ക്ലാസ്സിന് 10 എണ്ണം വീതം കൊടുത്തു. അതായത് എത്ര കിട്ടി? 80 നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുത്തത് കുറയ്ക്കാം. 96 മൈനസ് 80. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 16 ആണ്. ഇനി ഈ 16നെ നമ്മൾ എന്ത് കൊടുത്തു? ഓരോ ക്ലാസ്സിനും 8 ക്ലാസ്സിനും 2 എണ്ണം വെച്ച് കൊടുത്തു. അപ്പോൾ എത്രയായി? 8 ഇൻറ്റു 2 16 ആയി. 16ൽ നിന്ന് 16 കുറച്ചാൽ നമ്മുടെ കയ്യിൽ എത്രയാ? 0 ആണുള്ളത്. നമ്മുടെ കയ്യിലുള്ള ചോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ ക്ലാസ്സിനും കൊടുത്തിട്ടുള്ളത് 12 ചോക്സ് ആണ്. ഓക്കെ, ഇതെന്നാണ് നെക്സ്റ്റ് സൈഡിലും റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. 10 ഇൻറ്റു 8 80 ആണ്. പിന്നെ കൊടുത്തത് 2 ആണ്. 2 ഇൻറ്റു 8 16 ആണ്. രണ്ടും കൂടി കൂട്ടിയപ്പോൾ 12 ആയി. 12 ഇൻറ്റു 8 96 ആണ്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. താഴെ ഇവിടെ നിങ്ങൾക്കൊരു പസിൽ കോർണർ ഉണ്ട്. ഇൻ മൈ ബാഗ് ദർ ആർ സം മാംഗോസ്. എൻ്റെ ബാഗിൽ കുറച്ച് മാംഗോസ് ഉണ്ടായിരുന്നു. ഐ ഗേവ് ഹാഫ് ഓഫ് ദം ടു മൈ അങ്കിൾ. ഞാൻ അങ്കിളിന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാംഗോവിൻ്റെ പകുതി കൊടുത്തു. ഗേവ് ഹാഫ് ഓഫ് ലെഫ്റ്റ് ടു മൈ ഫ്രണ്ട്. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്നതിൽ നിന്നും പകുതി ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. 5 മാംഗോസ് റിമൈൻഡ് ആൻഡ് ഗേവ് ദം ടു ദി നൈബർ. എന്നിട്ട് ഫ്രണ്ടിനും കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 5 മാംഗോസ് ആണ്. അത് ഞാൻ എൻ്റെ നൈബറിന് കൊടുത്തു. ഹൗ മെനി മാംഗോസ് ഐ ഹാഡ് അറ്റ് ദി ബിഗിനിങ്. തുടക്കത്തിൽ എൻ്റെ കയ്യിൽ എത്ര മാംഗോസ് ആണ് ഉണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചത്. നമ്മുടെ കയ്യിലുള്ള മാംഗോസിൻ്റെ എണ്ണം നമുക്കറിയില്ലല്ലേ. സോ നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. നമുക്ക് എത്ര മാംഗോസ് ആണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ നമ്മുടെ കയ്യിലുള്ള മാംഗോസിൻ്റെ
പകുതി അങ്കിളിന് കൊടുത്തു. അതായത് ഇവിടെ എക്സ് മാംഗോസ് ആണുള്ളതെങ്കിൽ എക്സിൻ്റെ പകുതി എത്രയാണ്? x/2 അല്ലേ? അത് അങ്കിളിന് കൊടുത്തു. ഇനി ഫ്രണ്ടിന് എത്രയാണ് കൊടുത്തത്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ x/2 എന്നാണ് ഉള്ളത് മാംഗോ. x/2ൻ്റെ പകുതിയാണ് ഫ്രണ്ടിന് കൊടുത്തത്. x/2നെ വീണ്ടും നമ്മൾ /2 ചെയ്യണം. അതായത് വീണ്ടും /2 ചെയ്യുമ്പോൾ നമുക്ക് x/4 എന്ന് എഴുതാം. 2 പ്രാവശ്യം നമ്മൾ /2 ചെയ്തല്ലോ. സോ നമുക്കറിയാം ഈ x/4 ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നത് 5 ഇതാണല്ലോ നൈബറിന് കൊടുത്തത്. സോ നമുക്ക് എന്ത് പറയാം? മാങ്ങനെ 4 കൊടുത്തപ്പോൾ 5 അറിയാം. ഈ മാംഗോസ് എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് എക്സ് എത്രയാണ്? 5 × 4 ചെയ്താൽ മതി, 20 കിട്ടും. നമ്മുടെ കയ്യിൽ എത്ര മാംഗോസ് ആണ് ഉണ്ടായിരുന്നത്? 20 മാംഗോസ് ആണ് തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇതിനെയാണ് ആദ്യം പകുതി അങ്കിളിന് കൊടുത്തു. അങ്കിളിന് എത്രയാണ് കൊടുത്തിട്ടുണ്ടാവുക? പകുതി എന്ന് പറയുമ്പോൾ 10 കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ പകുതി ഫ്രണ്ടിന് കൊടുത്തു. 10ൻ്റെ പകുതി 5 ഫ്രണ്ടിന് കൊടുത്തത്. ബാലൻസ് നൈബറിന് 5 കൊടുത്തു എന്നാണ് പറഞ്ഞത്. ബാലൻസ് 5 അല്ലേ കയ്യിലുള്ളത്? അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. അടുത്തത് കളർ പെൻസിൽ. ഇഷാൻ ബോട്ട് 20 കളർ പെൻസിൽ ഫ്രം മേന്മ സ്റ്റോർ. മേന്മ സ്റ്റോറിൽ നിന്നും ഇഷാന് 20 കളർ പെൻസിൽസ് വാങ്ങി. ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 4 rupees. ഒരു പെൻസിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 രൂപയാണ്. ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ്? എത്രയാണ് അവൾ കൊടുത്തിട്ടുണ്ടാവുക? ഒരു പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് 4. അവൻ 20 പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. സോ 20 4 20 × 4 എത്രയാണ്? നമുക്ക് ചെയ്യാം. 20 × 4 0 × 4 0 ആണ്. 2 × 4 80 ആണ്. നമുക്ക് കിട്ടുന്ന ഉത്തരം 80 ആണ്. 20 കളറിൻ്റെ പൈസ റുപ്പീസ് എന്ന് പറയുന്നത് 80 rupees ആണ്. അടുത്തത് ശ്രദ്ധ ബോട്ട് കളർ പെൻസിൽ ഫോർ 76 rupees. 76 രൂപയ്ക്കാണ് ശ്രദ്ധ പെൻസിൽ വാങ്ങിയിട്ടുള്ളത്. ഹൗ മെനി ഡിഡ് ഷീ ബൈ? എത്ര എണ്ണമാണ് അവൾ വാങ്ങിയിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഒന്നിൻ്റെ പൈസ എന്ന് പറയുന്നത് 4 രൂപയാണ്. അവൾ 76 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. 76ൽ എത്ര 4 ഉണ്ടെന്ന് നോക്കുക. അത്ര പെൻസിലാണ് അവൾ വാങ്ങിയിട്ടുണ്ടാവുക. 76 / 4 ചെയ്ത് നോക്കാം. നമുക്ക് 19 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അവൾ 19 കളർ പെൻസിൽസ് ആണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ അവിടെ ഹൗ ഐ കാൽക്കുലേറ്റ്, ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ള സ്ഥലത്ത് 76 / 4 എന്ന് എഴുതി കൊടുക്കുക. നമുക്ക് 19 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ശ്രദ്ധ ബോട്ട് 19 പെൻസിൽസ്. ശ്രദ്ധ 19 പെൻസിൽസ് ആണ് വാങ്ങിയിട്ടുള്ളത്. അടുത്തത് മെൻ്റൽ മാത്ത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാതെ കാൽക്കുലേറ്റ് ചെയ്താതെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് തന്നത് നോക്കിക്കേ. ആദ്യത്തേത് 80 / 4 നിങ്ങൾക്ക് 20 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ 80 - 4 80ൽ നിന്ന് 4 കുറച്ചാൽ 76 ആണെന്ന് തന്നിട്ടുണ്ട്. 76 / 4 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 20 - 1 ചെയ്താൽ മതി. 20 - 1 എത്രയാണ്? 19 ആണ്. നിങ്ങൾക്കവിടെ 19 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ കാണാം. നിങ്ങൾക്കവിടെ 60 / 6 10 ആണെന്ന് തന്നിട്ടുണ്ട്. 60ൽ നിന്ന് ഒരു പ്രാവശ്യം 6 കുറച്ച് 60 - 6 54 ആണ്. എങ്കിൽ 54 / 6 എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് 10 - 1 ചെയ്താൽ മതി. 10ൽ നിന്ന് 1 കുറച്ചാൽ 9 അല്ലേ? ഓക്കെ, 9 ആണ് അവിടെ വരുന്ന ഉത്തരം. ഇനി നിങ്ങൾക്ക് അടുത്തത് 60 / 3 20 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? 60 / 3 20 ആണ് തന്നിട്ടുണ്ട്. 60ൽ നിന്ന് 3 കുറച്ചാൽ 57 ആണ്. ഇനി 57 / 3 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 20 - 1 ചെയ്താൽ മതി. 19 ആണ് ആൻസർ വരുന്നത്. നിങ്ങളവിടെ 19 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് 60 / 3 എത്രയാണ്? നിങ്ങൾക്ക് 20 ആണെന്ന് ഇവിടെ തന്നെ മുകളിൽ തന്നിട്ടുണ്ട്. 60 / 3 20 ആണ്. അത് ഇവിടേക്ക് എഴുതി കൊടുക്കുക. 20 എന്ന് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. പിന്നെ 60 + 3 ആണ് ഇവിടെ. ഇതുവരെ നമ്മൾ അവിടെ ചെയ്തത് മൈനസ് ആയിരുന്നു. ഇവിടെ പ്ലസ് ആണ്, അത് ശ്രദ്ധിക്കണം.
മൈനസ് അല്ല പ്ലസ് ആണ്. +3 എത്രയാണ്? 63 ആണ്. 60 + 3 63 ആണ്. ഇനി 63 ഡിവൈഡഡ് ബൈ 3 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 60 ഡിവൈഡഡ് ബൈ 3 20 ആണെന്നറിയാം. നമുക്ക് 63 ഡിവൈഡഡ് ബൈ 3 കിട്ടാൻ വേണ്ടിയിട്ട് 20 + 1 ആണ്. നമ്മൾ മൈനസ് അല്ല ചെയ്യേണ്ടത്, ഇവിടെ 20 + 1 ആണ് ചെയ്യേണ്ടത്. ഇവിടെ 20 + 1 21 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് ചെയ്യാം. 60 ഡിവൈഡഡ് ബൈ 6. 60 ഡിവൈഡഡ് ബൈ 6 10 ആണ് നിങ്ങൾക്ക് മുകളിൽ രണ്ടാമത്തെ ബോക്സിൽ തന്നിട്ടുണ്ട് അല്ലേ. 60 ഡിവൈഡ് ബൈ 6 10 ആണ് തന്നിട്ടുണ്ട്. ആ 10നെ നിങ്ങൾ ഇവിടേക്ക് എഴുതി കൊടുക്കുക. 60 + 12 ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് 60 + 12 എത്രയാണ്? 60 + 10 70 ആണ്. +2 കൂടിയുണ്ട്, 72 ആണ് നമുക്ക് കിട്ടി. അവിടെ നിങ്ങൾ 72 എന്ന് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ താഴെ തന്നിട്ടുണ്ട് 72, അതാണ് ഉത്തരം വരുന്നത്. 72 ഡിവൈഡഡ് ബൈ 6. 72 നമുക്ക് ഇവിടെ എന്താണ്? 60നോട് 2 പ്രാവശ്യം 6 കൂട്ടിയിട്ടുണ്ട്, അങ്ങനെയല്ലേ 12. അങ്ങനെയാണ് നമുക്ക് 72 കിട്ടിയത്. സോ നിങ്ങൾ 10നോട് 2 കൂട്ടണം. 10 + 2 12 ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അടുത്തത് 80 ഡിവൈഡ് ബൈ 4 നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. 20 ആണ് തന്നിട്ടുണ്ട്. 20ന് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇനി 80 + 4 ആണ്. 80നോട് 4 കൂട്ടിയാൽ എത്രയാണ്? 84 ആണ്. 84 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 20 + 1 ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. 21 ആണ് ഉത്തരം വരുന്നത്. നമ്മൾ കൂട്ടുകയാണെങ്കിൽ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. 60 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? നിങ്ങൾക്ക് എവിടെ തന്നിട്ടുണ്ട്. 60 ഡിവൈഡഡ് ബൈ 3 20 ആണ്. നിങ്ങളവിടെ 20 എന്ന് എഴുതി കൊടുക്കാം. ഇനി 60 + 9 എത്രയാണ്? 60 + 9 60 + 3 + 3 + 3 ആണല്ലോ. 60നോട് 3 പ്രാവശ്യം 3 കൂട്ടുന്നതാണ് അല്ലേ. സോ നിങ്ങളവിടെ 60നോട് 3 പ്രാവശ്യം നമ്മൾ കൂട്ടുന്നുണ്ട്. സോ നിങ്ങളവിടെ 20നോട് 3 എന്ന് കൂട്ടുക. 20 + 3 എത്രയാണ്? 23 ആണ് ഉത്തരം വരുന്നത്. നിങ്ങളവിടെ 23 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ 80 ഡിവൈഡഡ് ബൈ 4 ആണ് എഴുതുന്നത്. 80 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ ബോക്സിൽ തന്നിട്ടുണ്ട്. 20 ആണ്. 80 ഡിവൈഡഡ് ബൈ 4 20 ആണ്. നിങ്ങളവിടെ 20 എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഞാൻ 80 + 8 എന്ന് എഴുതി കൊടുത്തു. 80നോട് 8 കൂട്ടുക. 80 + 8 എത്രയാണ്? 88 ആണല്ലോ. 80 + 8 എന്ന് പറയുന്നത് 80നോട് 2 പ്രാവശ്യം 4 കൂട്ടുന്നതാണ്. 80 + 4 + 4 ആണല്ലോ 88 എന്ന് പറയുന്നത്. 2 പ്രാവശ്യം ഇവിടെ 4 കൂട്ടുന്നുണ്ട്. 80നോട് +4 +4 ആണ്. 2 പ്രാവശ്യം കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 20നോട് 2 എന്ന് കൂട്ടുക. 20 + 2 എന്ന് കൂട്ടുക. അപ്പോൾ എത്ര കിട്ടി നിങ്ങൾക്ക്? 22 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ വരുന്നത് 22 ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ടേബിൾ ഫുള്ളായിട്ട് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ബാലൻസ് ഉള്ള പേജസ് നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തതാണ്. ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. നമ്മൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.